അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി മാറുന്നു. പടിഞ്ഞാറൻ ഇറാഖിൽ യുഎസ് വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ തകർന്നു വീണു. രണ്ടാഴ്ചക്കിടെ തകരുന്ന നാലാമത്തെ യുഎസ് വിമാനമാണിത്. ഇന്ധനം നിറയ്ക്കുന്ന KC-135 ടാങ്കറുകൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചതായാണ് സൂചന. ഇറാഖിലെ വിമാന അപകടത്തിൽ 5 സൈനികരെ കാണാതായി. ഇത് വെറുമൊരു അപകടമല്ല, പരാജയപ്പെടുന്ന ഒരു യുദ്ധതന്ത്രത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 7 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. 150ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുവൈറ്റിലെ പോർട്ടിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 റിസർവ് സൈനികർ ഉൾപ്പെടെ ഈ അനാവശ്യ യുദ്ധം തകർക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളെയാണ്. ആകാശത്ത് അമേരിക്കയുടെ ആധിപത്യം തകരുകയാണ്. കുവൈറ്റിൽ 3 F-15 യുദ്ധവിമാനങ്ങൾ സ്വന്തം സഖ്യകക്ഷികൾ തന്നെ വെടിവെച്ചിട്ടു. ഇപ്പോഴിതാ ഇന്ധനം നിറയ്ക്കുന്ന ഭീമൻ ടാങ്കർ വിമാനവും തകർന്നിരിക്കുന്നു. ആധുനിക യുദ്ധമുന്നണിയിൽ 60 വർഷം പഴക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദുരന്തമാണിത്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ കവചത്തിന് കനത്ത പ്രഹരമേറ്റു. ജോർദാനിലും ഖത്തറിലും $1.2 ബില്യൺ വിലമതിക്കുന്ന THAAD അഥവാ താഡ് റഡാറുകൾ ഇറാൻ തകർത്തു. ഇന്ന് ശത്രു മിസൈലുകളെ തടയാൻ അമേരിക്കൻ സൈന്യത്തിന് വേണ്ടത്ര മിസൈൽ വേധ ആയുധങ്ങളില്ല. $11 ബില്യൺ ഇതിനോടകം ഈ മണലിൽ ഒലിച്ചുപോയി. എന്തിനുവേണ്ടിയാണ് ഈ രക്തച്ചൊരിച്ചിൽ? ഓരോ ദിവസവും വർദ്ധിച്ചുവരുന്ന ഈ നാശനഷ്ടങ്ങൾ അമേരിക്കൻ ജനതയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നു. വാഷിംഗ്ടണിലെ തീരുമാനങ്ങൾ പാളിയെന്നതിന്റെ തെളിവാണിത്. ഇനിയും എത്ര ജീവനുകൾ നഷ്ടപ്പെടണം? ഈ യുദ്ധത്തിന്റെ പിന്നിലെ സത്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് അവർ ചാനൽ.